തീർച്ചയായും. ശ്രീ കാവാലം ശശികുമാർ, താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ? ഈ വികസിത ഭാരതം 2047 ലക്ഷ്യമിട്ട് രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ തുടക്കത്തിൽ ലിബിൻ സാർ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ ഇന്ത്യൻ റെയിൽവേ വേഗത്തിൽ മുന്നേറുകയാണ്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട്, കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട്, കൂടുതൽ വണ്ടികൾ ഏർപ്പെടുത്തിക്കൊണ്ട്, കൂടുതൽ ഈ മേഖലയിലേക്ക് മൂലധനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് രാജ്യത്തിന്റെ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്താകാൻ ഇന്ത്യൻ റെയിൽവേ മുന്നേറുമ്പോൾ ഈ അമൃത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം, കേരളത്തെ സംബന്ധിച്ച് 4 സ്റ്റേഷനുകളുടെ കാര്യം പറഞ്ഞു, വളരെ പ്രതീക്ഷയാണ്. എങ്ങനെയാണ് ഈ പ്രതീക്ഷയെ പങ്കുവയ്ക്കുന്നത്? ശരിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ലിബിൻ സാർ പറഞ്ഞതുപോലെ, അതിനു മുമ്പ് സംസാരിച്ച പാസഞ്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ സംസാരിച്ച, നമ്മൾ കാണേണ്ടത് ഇന്ത്യൻ റെയിൽവേയിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും റെയിൽവേ അതിന്റെ വേഗം കൂട്ടിയിരിക്കുന്നു. റെയിൽവേ, അതായത് കോച്ച് വണ്ടി ഓടുന്നതിന്റെ വേഗം കൂട്ടിയിരിക്കുന്നത് പോലെ റെയിൽവേ ആകെ തന്നെ ഒരു അതിവേഗ കുതിപ്പിലാണ്. ഇപ്പൊ വേൾഡ് ക്ലാസ്, ബിയോണ്ട് ഡ്രീം, ലോക നിലവാരത്തില് സ്വപ്നത്തിനും അതീതമായ ഒരു വളർച്ച ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് 2 തരത്തിലുള്ള കാഴ്ചപ്പാടാണുള്ളത്. ഒന്ന്, 2047 ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഉണ്ടാവുന്ന രാജ്യത്തിന്റെ മുഴുവനുള്ള സമൃദ്ധമായ വികസിതമായ ഭാരതം എന്നുള്ള സങ്കല്പത്തില്. രണ്ടാമത്, ഇത് 2030-ലേക്ക് ഉള്ള കാഴ്ചപ്പാടുകൂടി നാഷണൽ റെയിൽവേ പ്ലാൻ എന്നൊരു പ്ലാനുണ്ട്. ഈ 2 പ്ലാനുകളുടെയും ഇത് നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണ്, റെയിൽവേയുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ളത് നിശ്ചയിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ 2030 എന്ന് പറയുന്ന പ്ലാൻ. വളരെ വിശദമായി, വളരെ കൂലങ്കഷമായി ആലോചിച്ചും ഏറ്റവും കൂടുതൽ സാങ്കേതികമായ വിദ്യകൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല ഫെസിലിറ്റി, ഏറ്റവും നല്ല സുരക്ഷിതമായ യാത്ര ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന ഉദ്ദേശം. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്നത് അത് ഏതൊക്കെ മേഖലയിലാവണം മുൻകൈ കൊടുക്കേണ്ടത്, ഏതൊക്കെ ഒരു മുൻതൂക്കം കൊടുക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത് കൃത്യമായ ബോധത്തോടുകൂടി നടത്തുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ്. നാം ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മുടെ റെയിൽവേയുടെ വളർച്ച കാണേണ്ടത്, നമ്മുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് 78ാമത്തെ വാർഷികത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലത്തിനിടയിൽ റെയിൽവേയിലേക്ക് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ശരിക്കും ഒരു വികസനത്തിന്റെ ഒരു പീസ് കൂടിയാണ്. നമ്മള് ഈ സീറ്റിലിരുന്ന് യാത്ര ചെയ്തിരുന്ന റെയിൽവേ, ആ റെയിൽവേയിൽ നിന്ന് ഇപ്പൊ നമ്മൾ വന്ദേ ഭാരതിലുള്ള അതിവേഗ യാത്രയൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് രാജ്യത്തിന്റെ ഒരു കൺസെപ്റ്റാണ്. യാത്ര എന്ന തരത്തിൽ, അടിസ്ഥാന സൗകര്യ വികസനം എന്ന തരത്തിലുള്ള കൺസെപ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ മാറ്റം. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ റെയിൽവേയുടെ ബഡ്ജറ്റ് എന്നുള്ളത് തന്നെ റദ്ദാക്കി പകരം പൊതു ബഡ്ജറ്റിന്റെ ഭാഗമായി റെയിൽവേയെ മാറ്റിയപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച്, ആ ചേഞ്ച് നമ്മുടെ ഈ വ്യത്യസ്തമായി കാണുന്നതിന് പകരം ഒന്നായി കാണുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ റെയിൽവേയുടെ കുതിപ്പ് ചെറുതല്ല. അപ്പൊ റെയിൽവേ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭാഗമായിട്ട് അതെന്തോ കുറെ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ മാത്രമാണുള്ള സംവിധാനം എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് രാജ്യത്തിന്റെ ആകെയുള്ള വികസനം, എങ്ങനെയുള്ള വികസനം? ഒന്ന്, രാജ്യത്തിന്റെ വരുമാന വികസനം, രാജ്യത്തിന്റെ തൊഴിൽ വികസനം, രാജ്യത്തിന്റെ കാഴ്ചപ്പാടിലുള്ള വികസനം. നമ്മുടെ കേരളത്തിലെ മുമ്പ് റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൊട്ടോറിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ നടക്കുന്ന ഒരു പ്രദേശം, സന്ധ്യ കഴിഞ്ഞാൽ പ്രദേശത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു പ്രദേശം എന്നുള്ള കാഴ്ചപ്പാടാണ് റെയിൽവേക്ക് പണ്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് മാറിയിട്ട് റെയിൽവേയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോ പറഞ്ഞ ഈ ഇപ്പൊ പരിഷ്കരിച്ച നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റേഷനുകളും വലിയ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്ന കോഴിക്കോട് 640 കോടി രൂപയുടെ വികസനമാണ് റെയിൽവേ സ്റ്റേഷൻ മാത്രം പ്രദേശത്ത് വരാൻ പോകുന്നത്. അപ്പൊ ഈ തരത്തിൽ സാംസ്കാരികമായിട്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഒക്കെ റെയിൽവേ സ്റ്റേഷൻ മാറുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പൊ ഈ 3 സ്റ്റേഷനുകൾ, 4 സ്റ്റേഷനുകൾ, കേരളത്തിന്റെ മൊത്തം അതിർത്തി പ്രദേശം കണക്കാക്കിയാൽ 4 സ്റ്റേഷനുകൾ, കേരളത്തിന് പ്രയോജനം ഉണ്ടാകുന്ന 4 സ്റ്റേഷനുകൾ ഉദ്ഘാടനം നാളെ നടക്കാൻ പോകും. അപ്പൊ റെയിൽവേയിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു വലിയ സാമ്പത്തികമായ ഒരു കുതിപ്പ്, നമ്മുടെ അടിസ്ഥാനപരമായ സൗകര്യത്തിന്റെ കുതിപ്പ്, ഒരു സാധാരണ പൗരന് ഒരു രാജ്യം കൊടുക്കുന്ന പ്രാധാന്യം, അവന്റെ സുരക്ഷ, അവന്റെ യാത്ര, അവന്റെ അടിസ്ഥാന സൗകര്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാധാന്യം, ഇതെല്ലാം കണക്കിലെടുത്ത് വേണം നമ്മൾ റെയിൽവേയുടെ ഈ മാറ്റത്തെ കാണുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്.